നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് തൊട്ട് ഇടതുഭാഗത്തായിട്ട് നമ്മുടെ ഐ ലവ് നമ്മുടെ തൃശ്ശൂർ എന്നും പറഞ്ഞിട്ടൊരു സെൽഫി പോയിന്റും കാണാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് തന്നെ ട്രെയിൻ യാത്രയ്ക്കാണ്. ചെറിയൊരു ട്രെയിൻ യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് നമ്മളിന്ന് പോകുന്നു ഗുരുവായൂരേക്ക് 10 രൂപയ്ക്ക്. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അതേ ഓട്ടോ സ്റ്റാൻഡ്, കാര്യങ്ങൾ, ടാക്സി സ്റ്റാൻഡ് എല്ലാം തന്നെ ഉണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പുള്ള വീഡിയോ കിട്ടവർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ കൊല്ലത്ത് നിന്ന് തൃശ്ശൂർ വന്നതും പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോകുമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻട്രോയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ എടുക്കണം. അകത്തോട്ട് കയറാം. ഒരിളം വെയിലൊക്കെ തന്നെ ഉണ്ട്. രാവിലെ തിരക്കായി ഉണർന്നു വരുന്നു തൃശ്ശൂർ. അപ്പോൾ എന്തായാലും നേരെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതുപോലെ ഇടതേ ഭാഗത്ത് സൈഡിലായിട്ട് ദേ ടിക്കറ്റ് കൗണ്ടറുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് മറ്റേ ATM സംവിധാനവും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കണം. ഗൈസ്, നമ്മളിത് ടിക്കറ്റ് എടുത്തു. തൃശ്ശൂർ ടു ഗുരുവായൂർ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 10 രൂപയേ ഉള്ളൂ. ജസ്റ്റ് 10 രൂപ. 23 കിലോമീറ്ററാണ് കേട്ടോ തൃശ്ശൂർ പൂങ്കുന്നം ഗുരുവായൂർ. അത്രയേ ഉള്ളൂ. ചെറിയ ട്രെയിൻ യാത്രയാണ്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ ഈ കിടക്കുന്ന ട്രെയിൻ കണ്ടോ, ഇത് നമ്മളെ മംഗള ലക്ഷദ്വീപ് ആട്ടോ. എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. മൺസൂൺ ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ കാണാം. നവംബർ 1 മുതൽ പിന്നെയും പഴയ നോൺ മൺസൂൺ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 06438 എറണാകുളം ജംഗ്ഷൻ ഗുരുവായൂർ പാസഞ്ചറാണ്. എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ പോകുന്ന പാസഞ്ചറിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് നമ്മളെ ട്രെയിൻ വരുന്നത് അങ്ങോട്ടാണ്. നമ്മളെ ഇന്നത്തെ യാത്രാ വിശേഷവും കാഴ്ചകളും എന്തെന്നാൽ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ട്രെയിൻ കയറി തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഗുരുവായൂർ ഇറങ്ങിയിട്ട് ഇതേ ട്രെയിൻ തന്നെ അവിടുന്ന് തിരിച്ച് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ടുണ്ട്. ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ച് തൃശ്ശൂരേക്ക് വന്നിറങ്ങും. അതൊരു ചെറിയ ട്രെയിൻ യാത്രയായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു. നമ്മൾ കാണുന്ന കാഴ്ചകളും പിന്നെ നമ്മുടെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്നൊരു വ്ളോഗ് എന്നുള്ള രീതിയിൽ എടുത്തങ്ങ് സംഭവിപ്പിക്കും. ഇതേ മേളിൽ നിൽക്കുമോ ബ്രിഡ്ജിൻ്റെ നല്ലൊരു വ്യൂ അല്ലേ, നല്ല തെളിഞ്ഞ മാനം. നിങ്ങളാ പറന്നു പോകുന്നുണ്ടോ ഇരണ്ട, ഇഷ്ടംപോലെ ഇരണ്ടയാണോ എന്ന് അറിയത്തില്ല. ഞങ്ങളെ കൊല്ലത്തൊക്കെ ഇരണ്ടെന്നാണ് പറയുന്നത്. കൂട് വെക്കാനായിട്ട് ഇങ്ങനെ മറ്റേ ചില്ല് കൊണ്ടു, ചില്ലല്ലേ അത് തന്നെ ചില്ല്, മരച്ചില്ല് കൊമ്പിൻ്റെ അതൊക്കെ കൊണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ശരിക്കുണ്ടായിരുന്നു, ശരിക്കും മംഗളായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 പോവാം. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ എറണാകുളം ഗുരുവായൂർ, അത് റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ള ട്രെയിനാണ്. ആ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് വരുന്നത്. അത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം ആളൊഴിയുമ്പോൾ. ഈ ആ ട്രെയിനിൻ്റെ ഇൻറ്റീരിയേഴ്സും അതിൻ്റെ റൈഡ് ഷെയറിംഗ് കാണിക്കുന്ന നെയിം ബോർഡും കാര്യങ്ങളും. അത് 7:53 7:50 വരേണ്ട ആ ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. മംഗള അങ്ങ് പോയി. മംഗള ലക്ഷദ്വീപ്. ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6:10 നമ്മളെ ട്രെയിൻ എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ അതൊരു 8:45 ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും. 7:50 ആകുമ്പോൾ ഇവിടുന്ന് വരേണ്ട ട്രെയിനാണ്. അപ്പോൾ അതെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും നമ്മുടെ ട്രെയിൻ എത്തി. 7:50 വരേണ്ട നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത് 7:50. ഞാൻ ഉദ്ദേശിച്ചത് 7:58. 8 മണിക്ക് ഒരു 2-3 മിനിറ്റ് മുന്നേ ഉള്ളപ്പോൾ കേട്ടോ. ഒരു 8:10 ആയി. അപ്പോൾ അതേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഈ ട്രെയിൻ കയറി ഗുരുവായൂർ പോയി ഇറങ്ങും. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 23 കിലോമീറ്റർ ദൂരം. ആദ്യമേ പറഞ്ഞെന്ന് തോന്നുന്നു, വീണ്ടും ഒന്നും കൂടെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതേ 8:16 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് എടുത്തിരിക്കുകയാണ് ഗൈസ്. അകത്ത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു വരുന്നതുകൊണ്ട് എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് അവിടെ ഗുരുവായൂർ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. അതിന് മുമ്പ് നമുക്കൊരു സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ എറണാകുളം ടൗണിലെത്തുമ്പോൾ 6:18. അതായത് രാവിലെ 6:10 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ എറണാകുളം ടൗണിലെത്തുമ്പോൾ 6:18. എടപ്പള്ളിയിലാണ് പിന്നെ സ്റ്റോപ്പ് 6:28. കളമശ്ശേരിയിൽ സ്റ്റോപ്പുണ്ട് 6:44. ആലുവയിൽ 6:46. ചൊവ്വാറ ഞങ്ങളെ കൊല്ലം ചൊവ്വാറ 6:50 അങ്കമാലിയിൽ 6:59. 7:09 കാരുക്കുറ്റി. 7:08 കൊരട്ടിയങ്ങാടി. പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റുണ്ടേ പറയണേ. പൂങ്കുന്നം എത്തിയിട്ടുണ്ട് കേട്ടോ. പൂങ്കുന്നം സ്റ്റേഷനാണ് സ്റ്റോപ്പ്. അപ്പോൾ കാരുക്കുട്ടി കൊരട്ടിയങ്ങാടി വരെ പറഞ്ഞ് പിന്നെ 7:15 ഡിവൈൻ നഗർ. 7:20 ചാലക്കുടി. 7:25 ഇരിങ്ങാലക്കുട. 7:00 നെല്ലായി.
7:40 പുതുക്കാട്, 7:50 ഉള്ളൂർ, 7:58 തൃശ്ശൂർ, പിന്നെ 8:04 തൃശ്ശൂർ പൂങ്കുന്നം, പിന്നെ ഗുരുവായൂർ. എങ്ങനെ പോയാലും 8:45 ഗുരുവായൂരിലെത്തും കേട്ടോ. പാസഞ്ചർ ട്രെയിനൊക്കെ അല്ലേ, വലിയ വണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിടാനും പിന്നെ സിഗ്നലിൻ്റെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് പിടിച്ചിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതേ തൃശ്ശൂർ പൂങ്കുന്നം. ഇനി ഗുരുവായൂരാണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. പൂങ്കുന്നം കൊള്ളാമല്ലേ, നല്ലൊരു വീടാ സൈഡിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന്. നമ്മൾ ഇതേ ട്രെയിൻ തന്നെ തിരിച്ചു വരുമ്പോൾ ട്രെയിൻ നമ്പർ 06745 വരുന്നത്. അത് 9:15 എടുക്കും. അവിടുന്ന് 9:55 തൃശ്ശൂരെത്തും. അത് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ. അപ്പോൾ നമ്മളിത് തൃശ്ശൂർ പൂങ്കുന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ വരാൻ നേരത്ത് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ചെറുതായി ഒന്ന് സ്റ്റോപ്പായി അപ്പോൾ ഇത് സ്പീഡ് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ ഞാനത് രാവിലത്തെ കാഴ്ച. തൃശ്ശൂരുള്ളവർക്ക് ഈ ട്രെയിൻ എപ്പോഴും, അല്ലെ എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഗുരുവായൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും തിരക്കുള്ള ദിവസമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിളിച്ച ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് പോകാം തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും. ഒന്ന് ട്രെയിനും ഉണ്ട്, എല്ലാ ദിവസവും ഉള്ള ട്രെയിനാണ്. നല്ല സൂപ്പർ വെയിൽ നല്ല ഇളം വെയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ, ക്യാമറയിൽ കൂടെ. നമുക്ക് പക്ഷേ അടിക്കുമ്പോൾ അത്ര ചൂടറിയുന്നില്ല, നല്ല കാറ്റും, ഒരു നല്ല കാറ്റോട് കൂടിയുള്ള വെയിൽ കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നു, നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്, നമ്മൾ ആദ്യത്തെ വീഡിയോ. അതായത് കൊല്ലത്തു നിന്നാണല്ലോ നമ്മൾ തൃശ്ശൂരോട്ട് വന്നത്. അങ്ങനെ ഇവിടെ അടുത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചേട്ടോ. നമ്മുടെ IRCTCയുടെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഉള്ള ഹോട്ടൽ തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ്. അവിടെ കയറി ഫുഡ് കഴിച്ചായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഉള്ള വിശപ്പൊക്കെ ആയതുകൊണ്ട് വന്ന് രാവിലെ നല്ല ചൂടപ്പവും കടലക്കറിയും കഴിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എവിടെത്തി, ഗുരുവായൂരെത്തി. ഈ കിടക്കുന്ന എൻജിൻ നമ്മുടെ ലോക്കോ, ആ കിടക്കുന്ന ട്രെയിൻ ഏതാണെന്നറിയാമോ? അതിൻ്റെ ലോക്കോ, ആ കിടക്കുന്ന ട്രെയിനാണ് നമ്മൾ കൊല്ലത്തുനിന്ന് തൃശ്ശൂർ വന്ന ട്രെയിൻ. ചെന്നൈ ഓർ ഗുരുവായൂർ വേണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുകയോ കണ്ടില്ലയോ? വേണ്ട നമ്മുടെ ഗുരുവായൂരിൻ്റെ നെയിം ബോർഡ്. തൃശ്ശൂരാണെങ്കിൽ 11 മണിക്ക് മുമ്പ് എത്തണം. അതിനുമ്പത്തും നമ്മൾ 9:55 തൃശ്ശൂർ എത്തും. എനിക്കൊരു 10:30 ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു പരിപാടിയുണ്ട് തൃശ്ശൂരെ. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ആരോ മാസ്ക് കൂലിയോട് പോയത്. ഇതാണ് നമ്മുടെ പാസഞ്ചർ ട്രെയിനിൻ്റെ അകത്തുള്ള സംഭവം. അടിപൊളിയല്ലേ, നൈസല്ലേ? നല്ല നീറ്റായിട്ടുള്ള കോച്ചസും നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ട്രെയിനായിരുന്നു ഇങ്ങോട്ട് എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ. ചാർജിങ് ബോർഡ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഫാനൊക്കെ ഇപ്പോൾ ഓഫായതാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ട്രെയിനായിരുന്നു. ഇതേ കണ്ടല്ലേ ചാർജിങ് ബോർഡ്. അപ്പോൾ നമുക്കിനി പുറത്തോട്ടിറങ്ങി ടിക്കറ്റ് എടുക്കണമല്ലോ. ഈ വണ്ടിക്കുള്ള ടിക്കറ്റ് തൃശ്ശൂരേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 10 രൂപ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു പോയി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അതിന് മുമ്പ് റേറ്റ് ഷെയറിങ്ങിൻ്റെ നെയിം ബോർഡ് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും. കണ്ടില്ലേ, ആലപ്പുഴ എറണാകുളം ആലപ്പുഴ പോകുന്നുണ്ട്. എറണാകുളം ഗുരുവായൂർ എറണാകുളം പോകുന്നുണ്ട്. എറണാകുളം കായംകുളം എറണാകുളം പോകുന്നുണ്ട്. ഗുരുവായൂർ തൃശ്ശൂർ ഗുരുവായൂർ പോകുന്നുണ്ട്. അങ്ങനെ വേണ്ട ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ. നമുക്ക് ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. എടുത്ത് വെച്ചിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ്. കൊള്ളാമല്ലേ? ഇനി വെളിയിലത്തെ കാഴ്ച കാണാം. അപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ്
ക്ഷേത്ര ദർശനമൊന്നും ഇല്ല കൈസ്. പിന്നെ ഒരിക്കൽ നമുക്ക് ഗുരുവായൂരിലേക്ക് ദർശനത്തിനായിട്ട് തന്നെ അങ്ങ് വന്നേക്കാം. വരുമല്ലോ, വരണമല്ലോ. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തോട്ടൊക്കെ പോകാം. സമയം കണ്ടോ, 8:48. ഈ ട്രെയിൻ 9:15 എടുക്കുന്നത്. സമയമുണ്ട്. നേരത്തെ ഇംഗ്ലീഷ് അല്ലേ കണ്ടത്, ഇനി മലയാളം കാണാം. കണ്ടില്ലേ, ഗുരുവായൂർ പുനലൂർ ഗുരുവായൂർ. ഇങ്ങനൊരു ബോർഡ് നമ്മൾ നേരത്തെ വായിച്ചാൽ. WFE4 സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റൊക്കെ ആക്കി കഴിഞ്ഞ് ഇനി അകത്തോടെ ഒന്നും കൂടെ കയറി ഒരു റൗണ്ട് അടിക്കാം. തിരക്ക് കുറവാട്ടാ, കാലിയാണ് കാലി. ഫ്രണ്ട് ഇരുന്നാൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം, വിശാലമായി ഇരുന്ന് പോവാം. ഇരിക്കുക, കിടക്കുക, എന്താണെന്ന് വെച്ചാൽ ആവാം. കണ്ടില്ലേ, ഗുരുവായൂർ നെയിം ബോർഡ്. ഗൈസ്, അങ്ങനെ കറക്റ്റ് 9:15 എടുക്കണം നമ്മുടെ ട്രെയിൻ. 9:16 എടുത്തിരിക്കുകയാണ് ഗുരുവായൂരിൽ നിന്ന്. ഇനി ഒരേ ഒരു സ്റ്റോപ്പ് തൃശ്ശൂർ പൂങ്കുന്നം, അത് കഴിഞ്ഞ് തൃശ്ശൂർ ഡെസ്റ്റിനേഷൻ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി. തിരിച്ചത് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് സർവീസ് നടത്തുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയുടെ തുടക്കമേ. അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചേട്ടന്മാർ പണി തുടങ്ങിയിരിക്കുകയാണ് പാളത്തിൻ്റെ അവിടെ ട്രാക്കിൽ. ആ രാവിലത്തെ ഇളം വെയിലങ്ങോട്ട് പോയിട്ട് മനുഷ്യന് ഇല്ലാതെയാക്കുന്ന വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ട്രാക്ക് മാറുകയാണ് നമ്മുടെ ട്രെയിൻ കുട്ടൻ. ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഗുരുവായൂർ വരുന്ന ഈ ട്രെയിനും ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർ പോകുന്ന ഈ ട്രെയിനിലും യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. സ്ഥിരയാത്രക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കൊന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഗുരുവായൂർ പാസഞ്ചറായിട്ട് വരുമ്പോഴത്തേക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും രാവിലെ ആ സമയത്ത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വർക്കിംഗ് ടൈം, ക്ലാസ് ടൈം, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ കണ്ണൂർ കാസർഗോഡോട്ടൊന്നും അതായത് വ്ളോഗ് എടുക്കാനായിട്ട് പോയിട്ടില്ല, യാത്ര ചെയ്തിട്ടുണ്ട്. അതും വർഷങ്ങൾക്ക് മുമ്പാട്ടോ യാത്ര ചെയ്തത്. അതും വീട്ടുകാരോടൊക്കെ പോയാൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഇപ്പം വളർന്നതിന് ശേഷം അങ്ങനെ പോകാനുള്ളൊരു സന്ദർഭവും വന്നിട്ടില്ല, അതിനായിട്ടുള്ളൊരു സാഹചര്യവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതാണ് നമ്മളിങ്ങനെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനെ ട്രെയിൻ യാത്രകൾ കുറവായത് അതുകൊണ്ടാണ്. നമുക്കതിനകത്തുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്തിരിക്കും. കാരണം കാസർഗോഡ്, കണ്ണൂർ, നിങ്ങൾ തന്നെ ഫീൽഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിര കാഴ്ചക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. നമ്മുടെ സ്വന്തം കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോടൊക്കെ ആദ്യം ചെറുതായിട്ടൊരു ശതാബ്ദി ട്രെയിൻ ജേണിയൊക്കെ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ LHB കോച്ചാക്കാൻ പോകണം നമ്മുടെ കണ്ണൂർ. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനിങ്ങനെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട്. ചെയ്യാൻ പറ്റുവായി ഇത് നോക്കാം. അപ്പോൾ അങ്ങനെ വാട്ട് എ ബ്യൂട്ടി, കൊള്ളാമല്ലേ? പക്ഷേ കാട് മറച്ച് ഇപ്പോൾ കാണാം. ഇത് ദുബായ് കണക്കുണ്ട്. ദുബായ്, ഞാൻ ദുബായി പോയിട്ടില്ല. കൊള്ളാമല്ലേ? നമ്മൾ പിന്നെ വഞ്ചിനാട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, വേണാട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ജനശതാബ്ദി ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ചെയ്തിട്ടില്ല, കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ചെയ്യണം, നല്ലോണം ഒന്നുകൂടെ ചെയ്യും. ഒന്നിലധികം ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ മാവേലി ചെയ്തിട്ടില്ല, മലബാർ ചെയ്തിട്ടില്ല അല്ലേ? മലയാളി ട്രാവലേഴ്സിൻ്റെ ഒക്കെ ബ്രോസിൻ്റെ ഒക്കെ വീഡിയോ ആണ് എന്ത് രസം. ഞാൻ കണ്ടിരിക്കാം. അവരെ ചാനൽ കാണുമ്പോഴത്തേക്കും നമുക്കവിടെ പോയി എന്നുള്ളൊരു ഫീല് വരും, മനസ്സിലായോ? രസമാണ്. പിന്നെ നമ്മുടെ ഭക്തൻ ബ്രോ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനായിട്ട് തരാൻ പറ്റത്തില്ല, നിങ്ങൾ പൊക്കോ തരാം. ഇത് നമ്മളെ കാസർഗോഡ് വന്ദേ ഭാരതാണ് പോകുന്നത്. കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം കാസർഗോഡ്. അടുത്തൊരു വണ്ടി ഇപ്പോൾ കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചോ. നമ്മൾ പൂങ്കുന്നം എത്തുന്നതിന് മുമ്പ് കുറച്ച് മാറി നിൽക്കുക. നമ്മൾ സമയം രാവിലെ ഒരു 10:15 10:15 സമയം രാവിലെ ഒരു 10 മണിയും ആയിട്ടില്ല. 10 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. 10 മണിയാവാൻ പോകുന്നത്.
ആ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? റെയിൽ ഫാൻസിനുള്ള ക്വസ്റ്റ്യനാണ്. റെയിൽ ഫാൻസ് നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മളെ ഫോണിൻ്റെ ക്ലാരിറ്റി എത്ര ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ ഫോണിൽ കേൾക്കുമ്പോൾ? എൻ്റെ ഫോൺ റെഡ്മിയാണ്. അതിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും അതിൽ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് VN ആണ് കേട്ടോ. നമ്മുടെ VN ആപ്പ് എഡിറ്റർ, അതിനകത്താണ് നമ്മുടെ പരിപാടി മൊത്തം. ഇപ്പം ഫോണിന് പുതിയൊരു അസുഖം തുടങ്ങി. ഒരുപാട് നേരം വീഡിയോ എടുക്കുമ്പോൾ ചൂടടിക്കുന്നു ഫോൺ. ചൂടായി കഴിയുമ്പോൾ നെറ്റ് ഓൺ ആക്കുമ്പോൾ ഫോൺ ഹാങ് ആകും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. പൂങ്കുന്നൊക്കെ എത്തുന്നതിന് മുമ്പ് ചെറിയ ഒരു പിടുത്തമുണ്ട്. ആരെയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്നതൊക്കെ അങ്ങനൊരു സ്വഭാവം വന്ന് തുടങ്ങി ഗൈസ്. ഇനി എന്നടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതേ തൃശ്ശൂർ പൂങ്കുന്നത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനായ തൃശ്ശൂർ. പൂങ്കുന്നം. ഈ റെയിൽവേ സ്റ്റേഷനും കൊള്ളാമല്ലേ? രാവിലെ നടക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു വൈബൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചേട്ടാ. അവൻ എന്നെ കാത്ത റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ കൊണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു പരിപാടിയായിട്ട് അവിടെ വന്നേന്ന്. ഇനി തിരിച്ച് എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. എറണാട് കിട്ടിയാൽ അതേ വരും. അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ ഇറങ്ങുവാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. ദൈവമേ, ഇത് ഏത് ഏരിയ? എവിടെ കൊണ്ട് നിർത്തിയിടേ? തൃശ്ശൂർ. ഗൈസ്, പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ വന്നിട്ടുണ്ട്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പം 2 ട്രെയിനാണ് വരുന്നത് തൃശ്ശൂർ. ഈ ട്രെയിൻ ഏതാ? ഇപ്പതാ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന ട്രെയിൻ ഏതാ? ഇത് രണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യനാണ്. റെയിൽ ഫാൻസ് ഉണ്ടെങ്കിൽ ആൻസർ അറിയാമെങ്കിൽ ആൻസർ ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വൈൻഡിങ് അപ്പ് ചെയ്യുവാണ്. ഇനി തിരിച്ചുള്ള വീഡിയോ വേറെ ജേണി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ തൃശ്ശൂരും തിരിച്ച് കൊല്ലത്തോട്ടാട്ടാ. അപ്പോൾ ബൈ.